ദിനുവിൽ ഇപ്പോൾ ഈ വിഷയം ചർച്ചയെ ചെയ്തുകൂടാ എന്ന് പറയുന്ന അഭിപ്രായത്തോടെ എത്രത്തോളം നിയമപരമായി യോജിക്കുന്നു? അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ഇപ്പം സാർ സൂചിപ്പിച്ച പോലെ തന്നെ സെക്ഷൻ 72-ന്റെ BNS സെക്ഷൻ 72-ന്റെ പെർവ്യൂവിനകത്ത് ഒരു ക്രൈം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ആ വിക്ടിമിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന ഡിസ്ക്ലോസ് ചെയ്യുന്നത് കേവലം ആ വ്യക്തിയുടെ പേര് പറഞ്ഞോ പറഞ്ഞില്ലേ എന്ന് പറയുന്ന ഒരു കാര്യത്തിനകത്തല്ല, മറിച്ച് ആ വ്യക്തിയുടെ ഐഡൻറ്റിറ്റി മനസ്സിലാക്കാൻ നയിക്കുന്ന എല്ലാ സൂചനകളെയും ഒരുപക്ഷെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നതിൻ്റെ ഒരു പെർവ്യൂവിൽ കൊണ്ടുവരാം എന്നുള്ളത് തന്നെയാണ് സാർ പറഞ്ഞതിൽ നിന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത്. സാർ സൂചിപ്പിച്ച ഒരു കാര്യത്തിനോടുള്ള ഒരു വിയോജിപ്പ്, ഞാൻ ഈ ആസ്പെക്ട് അംഗീകരിക്കുമ്പോൾ പോലും അതിനുള്ള ഒരു വിയോജിപ്പ് എന്ന് പറയുന്നത് വളരെ പേഴ്സണലായിക്കൊണ്ട് രണ്ട് വ്യക്തികൾക്ക് ഇടയിൽ നടന്ന ഒരു ക്രൈം, ആ ക്രൈം ഒരു പൊളിറ്റിക്കൽ ഡിസ്കഷനിലേക്ക് പോകുന്നത് കൊണ്ടെത്തിക്കുന്നത് ആരാണെന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നോക്കൂ, ഇവിടെ വളരെ സ്വാഭാവികമായ ഒരു ക്രിമിനൽ നടപടിക്രമമായി പോകേണ്ട ഒരു കാര്യത്തിനകത്ത് വളരെ കൃത്യമായിക്കൊണ്ട് അതിക്രമിയായ വ്യക്തിയെ അല്ലെങ്കിൽ കുറ്റാരോപിതനായ വ്യക്തിയെ ന്യായീകരിക്കാൻ വേണ്ടി പട പോലെ മനുഷ്യന്മാർ ഇറങ്ങുകയും വളരെ കൃത്യമായിക്കൊണ്ട് സർവൈവർ ആയിട്ടുള്ള വ്യക്തിയെ ക്യാരക്ടർ അസാസിനേഷൻ നടത്തിക്കൊണ്ട് ഇതിനെ പൊളിറ്റിക്കൽ റലമിലേക്ക് എറിഞ്ഞു കൊടുത്തിട്ടുള്ളത് സർവൈവേഴ്സിനൊപ്പം നിൽക്കുന്ന ആളുകളേ അല്ല. ഇത് ഒരു ട്രെൻഡായിക്കൊണ്ട് കേരളത്തിനകത്ത് ഇതിപ്പം രാഹുൽ ഈശ്വറിന്റെ മാത്രം മാറ്റർ എടുത്താൽ മതി, 3ാമത്തെ തവണയാണ് സർവൈവർ ആയിട്ടുള്ള വ്യക്തികൾക്കെതിരെ ഔട്ട്റേജിങ് മൊഡസ്റ്റി നടത്തി എന്നുള്ള പേരിൻ്റെ അകത്ത് മാത്രം 3ാമത്തെ പ്രാവശ്യമാണ് ഇദ്ദേഹത്തിനെതിരെ കേസ് എടുത്തിട്ടുള്ളത്. അതായത് നിരന്തരമായിക്കൊണ്ട് ഒരേ ക്രൈം തന്നെയാണ് റിപ്പീറ്റഡ് ആയിക്കൊണ്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ കൃത്യമായിക്കൊണ്ട് ഫെമിനിസ്റ്റ് ഡിസ്കോഴ്സ് പറയുന്ന പോലെ തന്നെ പേഴ്സണലി ഈസ് പൊളിറ്റിക്കൽ എന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് ഇതിനെ പ്രതിരോധിക്കേണ്ട ആവശ്യകത കൊണ്ടെത്തിക്കേണ്ടത് കാലാകാലങ്ങളെ എത്രയോ വർഷമായി സാറിന് വളരെ കൃത്യമായി അറിയാവുന്ന പോലെ തന്നെ വിശാഖ ഗൈഡ് ലൈൻ അടക്കമുള്ളവ ഫെമിനിസ്റ്റ് മൂവ്മെന്റിലൂടെ കൃത്യമായി എടുത്ത കൺസെന്റിനെ കുറിച്ച് മധുരയെ പോലുള്ള ഒരു ട്രൈബൽ കുഞ്ഞിന്റെ ജീവനിൽ നിന്ന് നമ്മൾ ഉയർത്തിക്കൊണ്ടുവന്ന രാഷ്ട്രീയ മൂവ്മെന്റുകളെയൊക്കെ തന്നെ തല്ലിക്കെടുത്തുന്ന പോലെ ഒരു ഇഷ്യൂ ഉണ്ടാക്കി കഴിഞ്ഞാൽ ക്യാരക്ടർ അസാസിനേഷനും പബ്ലിക് ഡിസ്റ്റോറേഷനും നടത്തുകയും കേസിന്റെ മെറിറ്റിനകത്തേക്ക് കോടതി പോകേണ്ട വിഷയങ്ങളെ പോലും ആദ്യമായി പുറത്തേക്ക് കൊണ്ടുവന്നത് മാധ്യമങ്ങളല്ല. വളരെ കൃത്യമായിക്കൊണ്ട് ബെയിലിന്റെ കൺവെൻഷൻസ് പോലും എടുത്തുകൊണ്ട് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ അത് ചർച്ച ചെയ്തുകൊണ്ട് പുറത്തുവിട്ടത് വളരെ കൃത്യമായിക്കൊണ്ട് രാഹുൽ ഈശ്വർ അടക്കമുള്ള ആളുകളാണ് ഈ കണ്ടന്റിനെ പുറത്ത് എത്തിച്ചിട്ടുള്ളത്. അപ്പം ഇത്തരം വ്യക്തികൾ പൊളിറ്റിക്കൽ റലമിലേക്ക് ഇത് പൊളിറ്റിക്കൽ ഡിസ്കോഴ്സുകൾക്കകത്തേക്ക് കൊണ്ടുവരുന്ന സമയത്തേക്ക് വളരെ കൃത്യമായിക്കൊണ്ട് ഇത് കേട്ടുകൊണ്ട് പരാതി കൊടുക്കാൻ വേണ്ടി പേടിക്കാൻ സാധ്യതയുള്ള ഒരുപാട് സർവൈവർമാരുണ്ട്. അതുകൊണ്ട് ആവർത്തിച്ച് അവർക്കൊപ്പം തന്നെയാണെന്ന് നിലപാട് ഉറച്ചു പറയേണ്ടി വരുന്നതും അത്തരം ഒരു സാഹചര്യത്തിൽ തന്നെയാണ്. ശരി, ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.